ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ടൊന്ന് പോവുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിണ്ടാവില്ലേ. എൻ്റെ കൂടെ ഡിഗ്രിക്ക് മീഡിയ വൺ അക്കാഡമിയിൽ പഠിച്ചിട്ടുള്ള ബാസിത്തിൻ്റെ കല്യാണമാണെന്ന്. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഇല്ല, പലരും പല സ്ഥലത്തൊക്കെ ആയിട്ടാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടാണ് കുറച്ച് ആൾക്കാർ. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. നമുക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരെയും തമ്മിലൊന്ന് കാണാനും എല്ലാവരും ഫാമിലി തമ്മിലൊന്ന് കാണാനും ഒക്കെ ഉള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി കറക്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂർ ലേറ്റാണ്. അപ്പോൾ ഇവർ എന്നെ വിളിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു, വേഗം വാന്ന്. അങ്ങനെ അവസാനം ഞങ്ങൾ ഹോളിലെത്തി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ച് ഞങ്ങളകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ റിലേറ്റീവ്സും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ്: ഗാലിയ, നദീം, അമീൻ, സഫീറ, ഫസ്ല. ഇതാണ് നമ്മളെ കല്യാണ ചെക്കൻ ബാസിത്ത്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ആയിരുന്നു ഫുഡ്. പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ ഞങ്ങൾക്ക് നേരമല്ല, ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു. പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഫോട്ടോ എടുപ്പ്, പഴയ കുറേ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെയാണ്. ഫസ്നൻ്റെ മോൻ എടുക്കാൻ കിട്ടാത്തതിലുള്ള നിരാശയാണ് കേട്ടോ ആമിൻ്റെ മുഖത്ത്. പിന്നെ ആമി എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മക്കളെല്ലാവരും നിർത്തി ഒരു ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലിട്ട് ഇതൊക്കെ ആരുതാണെന്ന് ചോദിക്കാമെന്നൊക്കെ പറയുന്നു. ഫസ്നൻ്റെ മോന് ഇങ്ങനെ മോള് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതിലിങ്ങനെ മതി നിൽക്കുകയാണ് സുഖം കൊണ്ട്. അങ്ങനെ കുറേ നേരത്തെ സംസാരവും കളിയും ചിരിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, കറക്റ്റ് 7 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ ലാസ്റ്റായിട്ട് കണ്ടത്. എൻ്റെ വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഒരു ദിവസം വരെ വന്നതായിരുന്നു എല്ലാവരും കൂടെ വീട്ടിൽ. ഇതിൽ നിന്ന് ഇതിലേക്ക് വന്നൊരു മാറ്റം വർഷങ്ങളുടെ ഒരു മാറ്റം തന്നെയായിരുന്നു. അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഓർത്തെടുത്ത് അതിനെപ്പറ്റി സംസാരിച്ച് ഞങ്ങൾ ഹൈലൈറ്റ് മാളിലുള്ള ഫ്ലാറ്റിലാണ് ഉമ്മമ്മയും മാമനും ഫാമിലിയൊക്കെ താമസിക്കുന്നത്. അങ്ങോട്ടേക്ക് വന്നതാണ്. കുറച്ച് നേരം ഇവരൊക്കെ ഒന്ന് കാണാം, ഇവിടെ പാർക്കൊക്കെ ഉണ്ട്, അവിടെ ഒന്ന് കളിച്ചിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട്. പുറത്തുനിന്ന് ഒരാൾക്കും ആക്സസ് ഇല്ലാതെ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല, എല്ലാം ലോക്ക്ഡൗൺ. അപ്പോൾ ഉള്ളിലുള്ള ആരെങ്കിലും താഴേക്ക് വരണം, അല്ലെങ്കിൽ QR കോഡൊക്കെ സ്കാൻ ചെയ്തിട്ടൊക്കെ കയറണം. അങ്ങനെ കുഞ്ഞ് വരാൻ വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വേറൊരു പരിചയത്തിലുള്ള ഒരാളെ കിട്ടി. കുഞ്ഞു എത്തിയപ്പോഴേക്കിനും ഞങ്ങൾ ഒരു തുറന്ന് തന്നിട്ട് കയറി. ഇവിടെ ചെന്നപ്പോൾ ശാരദ ചേച്ചി കുറച്ച് കാലത്തേക്ക് ലീവ് എടുത്ത് നാട്ടിലേക്ക് പോവാണ്. ശാരദ ചേച്ചീൻ്റെ മോനും ഫ്രണ്ട്സും ഒക്കെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പോയതിന് ശേഷം മാമനും ഉമ്മയും ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഞങ്ങൾ ഓരോ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് കുഞ്ഞു പുതിയതായിട്ട് ഡ്രോയിങ് പഠിക്കുന്നൊന്നുമില്ല, പക്ഷേ സ്വന്തമായിട്ട് യൂട്യൂബിലും മറ്റും നോക്കി പഠിച്ചിട്ട് ഇവനെ ചെയ്ത കുറേ ഡ്രോയിങ്സ്, ആ ബുക്ക് ഞാനിങ്ങനെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്ത് ഭംഗിയായിട്ട് പ്രൊഫഷണലായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നില്ല. മക്കളെ രണ്ടാളും കൂടി കുഞ്ഞുവിൻ്റെ കൂടെ താഴത്തുള്ള പാർക്കിൽ പോയിട്ട് കളിക്കുകയാണ്. അപ്പോൾ ഇതിനാണ് ഇങ്ങോട്ട് വന്നത് കാര്യമായിട്ട്. അപ്പം ഞങ്ങൾ ഇവിടെ വന്നാൽ സേഫാണ്, ഭയങ്കര സേഫാണ് കുട്ടികൾ. അപ്പം ഞാൻ ഇവരെ കാര്യം ആവശ്യമില്ല. പിന്നെ നമ്മളെ റൂമിൽ മാച്ചിന് പോവാൻ. റൂമിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞാൻറ്റി വന്നു. പിന്നെ ആൻറ്റി, ബഷീർ മാമൻ, കുട്ടൻ, അങ്ങനെ എല്ലാവരും ഒരു കോയിൻസിഡൻസ് ആയിട്ട് ഇവിടെ എത്തിപ്പെട്ടു. അപ്പോൾ നമ്മളെല്ലാവരും ചായം കുടിച്ചിരിക്കുകയാണ്. നല്ല ചൂടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അപ്പം തണുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മാംഗോ ഐസ്ക്രീം എടുത്ത് കഴിക്കുക. മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഞാനും കുട്ടനും ആമയും കൂടി ഹൈലൈറ്റ് മാളിലുള്ള നെസ്റ്റോയിൽ കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അവിടെ ഇപ്പോൾ ഓഫർ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ വേറെ ഏതോ സിനിമേൻ്റെ പ്രൊമോഷനും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ കാലെടുത്ത് വെക്കാൻ പറ്റാത്ത തിരക്ക്. അങ്ങനെ GP, രജീഷ വിജയൻ, അങ്ങനെ ഏതോ 1-2 ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ എനിക്ക് സാധനം വാങ്ങാനൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒന്നും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനവും ഇല്ല. ഫ്രൂട്ട്സൊക്കെ പ്രത്യേകിച്ച് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആമി വാശി പിടിച്ചപ്പോൾ കുട്ടനൊക്കെ സ്ട്രോബെറി വാങ്ങിക്കൊടുത്തു. അങ്ങനെ 1-2 ഫ്രൂട്ട്സൊക്കെ നമ്മൾ നോക്കി വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നു. നെസ്റ്റോയിലെല്ലാം സഹിക്കാം, ഈ ബില്ലടയ്ക്കുന്നതാണ് സഹിക്കാൻ പറ്റാത്തത്. ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഈ സൈറ്റ് ഹാങ് ആവും. അങ്ങനെ കുറേ കളിച്ച് അവസാനം ഞങ്ങൾ കുറേ നേരത്തെ ക്യൂ നിന്നതിന് ശേഷം ബില്ലടച്ച് തിരിച്ചു പോന്നു. അങ്ങനെ എല്ലാവരും തിരിച്ചു പോയി. ഞങ്ങൾ ഷെഫിനെ കാത്തു നിൽക്കുകയാണ്. ഷെഫി വന്നാൽ ഞങ്ങളും തിരിച്ചു പോകും. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. ഓക്കെ, ബൈ.